ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇന്നലെ ജി സുധാകരനാണെങ്കിൽ ഇന്ന് കെ സുധാകരൻ. ഇന്നലെ ജി സുധാകരൻ പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിന് ചിരിയായിരുന്നു. ഇന്നിപ്പോൾ കെ സുധാകരന്റെ പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി. ആത്യന്തികമായി ആര് ചിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഇന്ന് കെ സുധാകരൻ ഇട്ട പോസ്റ്റിനെ ഇപ്പോൾ ശ്രീകുമാർ വിശേഷിപ്പിച്ചതുപോലെ പോസിറ്റീവായി കാണാവുന്ന ഒരു കാര്യമായിട്ടാണോ അങ്ങേക്ക് തോന്നുന്നത്? ഏതായാലും തിങ്കളാഴ്ച രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിട്ടുണ്ട്. അനുനയം ഉണ്ടാകും, അതിലപ്പുറമൊന്നും സുധാകരൻ ചെയ്യില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ. അല്ല, ശ്രീകുമാരേട്ടന് ഈ പറയുന്ന വിഷയത്തിനകത്ത് വളരെ പോസിറ്റീവായിട്ട് കാണാനുള്ള അവകാശമുണ്ട്. അതിനകത്ത് ഞാൻ കുറ്റമൊന്നും പറയില്ല. കാര്യം അദ്ദേഹം ഒരു കോൺഗ്രസ് സഹയാത്രികനാണ്, കോൺഗ്രസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം ഏതാണ്ട് ഒരു മാർക്സിസ്റ്റ് വിരുദ്ധനുമാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പം സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നുള്ളൊരു വാചകമാണ് ഒരു ഘട്ടത്തിൽ നമ്മൾ കേരളത്തിൽ കേട്ടത്. ഞാനും സ്മൃതിയും തമ്മിൽ തന്നെ ആ വിഷയത്തിൽ എത്രയോ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല. സുധാകരൻ വരുന്നു, സുധാകരനെ അവസാനം പുറത്താക്കാൻ വലിയ തീരുമാനമെടുക്കുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്താകേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നു. അന്ന് വന്ന ഓഫറുകളിലൊന്ന് അദ്ദേഹം സംസ്ഥാനത്ത് മത്സരിക്കും എന്നുള്ള ഒരു വാർത്ത പലയിടത്തും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാനത് ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം അദ്ദേഹത്തിന് സംസ്ഥാനത്ത് മത്സരിക്കാൻ അവസരം ഉണ്ടാകും എന്നുള്ളൊരു വാചകം AICCയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടോ? ഞാനിപ്പോൾ AICCയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം. പക്ഷേ അന്ന് അങ്ങനെ ചില സൂചനകൾ നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ പകരം അദ്ദേഹത്തിന് കിട്ടിയത് വർക്കിംഗ് കമ്മിറ്റി ക്ഷണിതാവ് എന്ന പോസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കുന്നു. വേറെ ആർക്കും KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാത്തതാണ്. അതാണ് കോൺഗ്രസിന്റെ അല്ല ആയിക്കോട്ടെ, അത് ഞാനത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിപ്പം എങ്ങനെയാണെങ്കിലും എന്നെ ബാധിക്കുന്നൊരു വിഷയമല്ല. പക്ഷേ അവിടെ ഈ വിഷയത്തിനകത്ത് ശ്രീകുമാരേട്ടൻ അനലൈസ് ചെയ്ത രാഷ്ട്രീയത്തിനകത്തൊരു പ്രശ്നമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം എന്തെന്നറിയോ? ഇപ്പോൾ കണ്ണൂരിൻ്റെ വികാരം എടുത്തു കഴിഞ്ഞാൽ കണ്ണൂരിലെ ആൾക്കാർ ഈ പറയുന്ന സുധാകരൻ്റെ വീട്ടിലേക്ക് പോകുന്നു. നാളെ അടൂർ പ്രകാശിൻ്റെ വീട്ടിലേക്ക് ഇതുപോലെ 10 പേരെ കൊണ്ടുവരാനും സംസാരിക്കാനും അടൂർ പ്രകാശ് വിചാരിച്ചാൽ നടക്കും. KC വേണുഗോപാൽ വിചാരിച്ചാൽ നടക്കും. ഷാഫി പറമ്പിൽ വിചാരിച്ചാൽ നടക്കും. പാലക്കാട് ഷാഫി ഇല്ലാതെ എന്ത് എന്ന് പറയിക്കരുതോ? ഈ പാർലമെൻറ്റിൽ പോരെല്ലാം നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുമോ? നോക്കൂ, ഇതൊരു നാടകമാണ്. ഈ നാടകം നാടകമായിട്ട് തന്നെ കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ ഒരാളിപ്പോൾ നോക്കൂ, ഒരാൾ കേന്ദ്രത്തിലേക്ക് പോകുന്നു. കേന്ദ്രത്തിലേക്ക് പോയി അദ്ദേഹത്തിന് ഇപ്പം സംസ്ഥാനത്ത് മത്സരിക്കാനായിട്ട് ഒരു എക്സെപ്ഷണൽ കേസ് കോൺഗ്രസ് ഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണേൽ മനസ്സിലാക്കാം. ഇപ്പം പിണറായി വിജയൻ പാർലമെൻറ്റ് മെമ്പറായിരുന്നു, ഉദാഹരണമാണ് ഞാൻ എടുക്കുന്നത്. അദ്ദേഹം സംസ്ഥാനത്തിന് മത്സരിച്ച് മുഖ്യമന്ത്രിയാകാൻ വരുന്നു. സംസ്ഥാനത്തിന് CPM അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു, ഓക്കെ. അല്ലെങ്കിൽ ഈ പറയുന്ന KC വേണുഗോപാൽ കേരളത്തിൽ മത്സരിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുന്നു. മുഖ്യമന്ത്രിയാകുന്നത് പോട്ടെ, അവിടെ നിൽക്കട്ടെ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുന്നു. ഈ പറയുന്നത് ഒരു പോസിബിൾ സാധനമാണ്. സുധാകരൻ ഈ പറയുന്ന ഒരു ഗണത്തിലും വരുന്ന ഒരാളല്ല. അപ്പോൾ ഈ എക്സെപ്ഷൻ ഡ്രോ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളതാണ്. ഈ സമൂഹത്തിൽ അധിക ബാധ്യത അടിച്ചു കൊടുക്കത്തക്ക രീതിയിൽ ഒരു എക്സെപ്ഷൻ ഡ്രോ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതൊരു വലിയ ചോദ്യമല്ലേ? ഈ എക്സെപ്ഷൻ പറഞ്ഞാൽ, സുധാകരൻ ആ എക്സെപ്ഷൻ വെച്ചാൽ മറ്റാൾക്കാർ ആ എക്സെപ്ഷൻ ചോദിക്കത്തില്ല എന്നെങ്ങനെ പറയാൻ കഴിയും? ഇപ്പൊ കോൺഗ്രസിനകത്ത് എക്സെപ്ഷൻ ചോദിക്കുന്നതുകൊണ്ട് പ്രശ്നം നമ്മുടെ ഖജനാവിലെ പൈസ പോകുന്നുള്ളത് കൊണ്ടാണ് ആ പ്രശ്നം. അതല്ലാതെ കോൺഗ്രസ്സുകാർ ഇങ്ങോട്ട് വരുന്നതുകൊണ്ടുള്ള പ്രശ്നമല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവരെന്തിനാ ഇവിടുന്ന് നോക്കൂ, നരേന്ദ്രമോദിയെ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കാനാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത്. അങ്ങനെ സത്യത്തിൽ മന്ത്രിസ്ഥാനം അവിടെ മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞ് പോയവരാ. അവിടെ കിട്ടാതെ വന്ന് ഇപ്പൊ തിരിച്ച് ഇങ്ങോട്ട് വരിക. ഇവിടെ ഏതാണ്ട് കിട്ടുമെന്ന് ചോദിച്ച് അവിടെയും കിട്ടില്ല, ഇവിടെയും കിട്ടില്ല. ഇതാണ് സംഭവിക്കുന്നൊരു കാര്യം. ഞാൻ അധികാര രാഷ്ട്രീയത്തിനകത്ത് ഈ പറയുന്ന സ്ഥാനമാനം, ഒരു പാർലമെന്റ് സ്മൃതി എത്ര വർഷമായി രാഷ്ട്രീയം പറയുന്നു? ഒരു പാർലമെന്റ് മെമ്പറാണോ വലിയ ആള്, അതോ നിയമസഭാ അംഗമാണോ? പാർലമെന്റ് മെമ്പറാണ്. അപ്പം ഇവിടെ ഏതാണ്ട് മലമറിക്കാമെന്നുള്ള ഒരു ധാരണയിൽ ഒരവസരം കാത്ത് വിലപേശാനായിട്ടുള്ള തിരിച്ചുവരവാണ് ഈ നടത്തുന്നത്. ആ വിലപേശല് സുധാകരൻ എന്ന് പറയുന്ന ആൾ കണ്ണൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ഇപ്പം ആരോഗ്യപരമായിട്ട് പോലും അദ്ദേഹത്തിന്, ഞാൻ അതിലേക്ക് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ആരോഗ്യപരമായിട്ട് പോലും അദ്ദേഹം വീക്കാണെന്ന് കോൺഗ്രസിലെ നേതൃത്വം പലരും പറയുന്നുണ്ട്. അദ്ദേഹം KPCC അധ്യക്ഷനായി ഇരുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം മാറ്റപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം ഒരു വലിയ ഘടകമാണെന്നാണ് കോൺഗ്രസിനെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ഇനി അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ എന്താണ് മലമറിക്കാനുള്ളതെന്നുള്ളതാണ് അറിയേണ്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം അധികാരവുമായി ചേർന്ന് നിൽക്കുന്നൊരു കാര്യമാണ്. അധികാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ വന്നാൽ ഇനി കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ. അടുത്ത് നോക്കൂ, ഇവിടെ അടുത്ത വന്നൊരു ജി സുധാകരൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജി സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം
സ്മൃതി നടത്തി, അതിനും കൂടെ മറുപടി പറഞ്ഞു പോവാം. നോക്കൂ, ഒരു പാർട്ടിക്ക്, ഏത് പാർട്ടിയാകട്ടെ, ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണ്? പരമാവധി കൊടുക്കാൻ പറ്റുന്നത് ജി സുധാകരൻ ആ പാർട്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് കരുതുന്നത്. പിന്നെ ഏത് പാർട്ടിയിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഡോർമെന്റ് സ്റ്റേജ് ഉണ്ട് സ്മൃതി. നിങ്ങളുടെ പ്രൊഫഷനകത്തില്ലേ? എല്ലാ പ്രൊഫഷനുകളിലും എല്ലാ സംവിധാനങ്ങളിലും ഒരു കാലം കടന്നാൽ മാറി നിൽക്കും. ഇപ്പം നായനാര്, പിണറായി, VS അച്യുതാനന്ദൻ, ഇതൊക്കെ എക്സെപ്ഷനായിട്ട് വരും. കാര്യം സംസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാരോ, ഉമ്മൻചാണ്ടി, കെ കരുണാകരൻ, ഇവരെയൊക്കെ നമുക്ക് എക്സെപ്ഷനായിട്ട് ഡ്രോ ചെയ്യാം. ആ എക്സെപ്ഷൻ മാറ്റി നിർത്താം. AK ആന്റണി, അവരൊക്കെ എക്സെപ്ഷൻസാ. മത്സരിക്കാൻ അവസരം നിഷേധിച്ചു എന്നത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ പരാതി. അദ്ദേഹം ഉന്നയിച്ച ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഇന്നലത്തെ 1.5 മണിക്കൂർ വാർത്താ ഞാൻ പറയാം. ജി സുധാകരൻ സംഘടനാപരമായി എന്തോ വലിയ സംഭവം നടന്നു എന്നാ പറയുന്നത്. ഒരു നല്ല രീതിയിലുള്ള ഒരു സംഘടനാ പ്രശ്നം അദ്ദേഹം ആശയപരമായി ഒരെണ്ണം അദ്ദേഹം ഉന്നയിച്ചോ? അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞ മൊത്തം. ആശയപരമായ പ്രശ്നമല്ല അദ്ദേഹം പറഞ്ഞത്. അല്ല, ആശയപരമായി തർക്കമില്ല എന്ന് പറഞ്ഞു അഡ്വക്കേറ്റ് ലാൽകുമാർ. അദ്ദേഹം അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. ഒരു മുതിർന്ന നേതാവിനെ ചോദ്യം ഒന്ന് കേൾക്കൂ അഡ്വക്കേറ്റ് ലാൽകുമാർ, ഒന്ന് കേൾക്കൂ. അതായത് മുതിർന്ന നേതാവാണല്ലോ, അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ. പാർട്ടിയിലെ മുതിർന്ന നേതാവാണ്, ഒരു തർക്കവും ഇല്ലല്ലോ. ആ മുതിർന്ന നേതാവിനെ ജില്ലയിലെ വളരെ ജൂനിയറായ നേതാക്കൾ തുടർച്ചയായി അപഹസിക്കുന്നു, പരിഹസിക്കുന്നു എന്നുള്ളത് സംസ്ഥാന നേതൃത്വം മുഖവിലേക്ക് എടുക്കുന്നേയില്ല. അത് പലതവണ പരസ്യമായും രഹസ്യമായും ഒക്കെ പാർട്ടിയെ അറിയിച്ച കാര്യമാണ്. അതിനുശേഷവുമാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ആ ചിരി വരുന്നത്. എല്ലാം കൂടി ചേരുമ്പോൾ അദ്ദേഹം ആ തീരുമാനം ഞാൻ പറയാം. ചോദിച്ചല്ലോ, ചോദ്യം കഴിഞ്ഞല്ലോ, ഞാൻ മറുപടി പറയാം. നോക്കൂ, അത് സുധാകരന്റെ വേർഷനാണ്. ഞാൻ വളരെ ഗൗരവത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഒരാള് നിങ്ങൾ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഇല്ല, സംസ്ഥാന കമ്മിറ്റി വേണ്ടെന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചു. 2 ടേമുള്ള ആൾക്കാരെ മത്സരിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. ആ മത്സരിപ്പിക്കേണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹത്തിനെ മാത്രം പറഞ്ഞതല്ല. അദ്ദേഹത്തിന് മാത്രമായിട്ട് എക്സെപ്ഷൻ ഡ്രോ ചെയ്ത കാര്യമാണോ? അദ്ദേഹത്തിന് മാത്രമായിട്ട് എക്സെപ്ഷൻ ഡ്രോ ചെയ്തൊരു കാര്യമല്ല CPM. തോമസ് ഐസക് മാറി നിന്നില്ലേ? കുഴപ്പം നിങ്ങൾ സംഘടനാപരമായി നിങ്ങൾക്ക് റോൾ ഇല്ല എങ്കിൽ നിങ്ങളെ എല്ലാ പരിപാടിക്കും വിളിക്കത്തില്ല. അത് വിളിക്കാൻ പറ്റില്ല. സംഘടനയ്ക്കത് വേറെ ആൾക്കാരുണ്ട്. അത് ഏതൊരു ഘട്ടം. ഇപ്പൊ നോക്കൂ, കേരളത്തിൽ ഏറ്റവും റെസ്പെക്റ്റബിൾ ആയിട്ടിരിക്കുന്ന ഒരാളാണ്, കേരളത്തിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാളാണ് പാലോളി മുഹമ്മദ് കുട്ടി. അദ്ദേഹത്തിന് ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അദ്ദേഹം എന്നേലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന സഹോദരനോട് ചോദിച്ചു. മലപ്പുറത്തെ കുട്ടി നേതാക്കളാരും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. ഈ ചോദ്യം കഴിഞ്ഞല്ലോ. ഞാൻ എൻ്റെ പോയിന്റ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള കാര്യം ചോദ്യം ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. എനിക്ക് ആ ചോദ്യം കിട്ടിക്കഴിഞ്ഞു. പിന്നെ എൻ്റെ ആർഗ്യുമെൻ്റാണ് ഇതിനകത്തെ പ്രശ്നം. നിങ്ങൾ അൺഇമ്പോർട്ടൻ്റ് ആയി എന്ന് തോന്നും. അത് ഏതൊരു വ്യക്തിക്കും തോന്നുന്നൊരു വിഷയമാണ്. പക്ഷേ AK ആന്റണിക്ക് തോന്നുന്നില്ലോ അൺഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാര്യം അദ്ദേഹം ഇച്ചിരി ലാർജർ സ്പിയർ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഈ കുഴപ്പം നിങ്ങൾ ജില്ലാ കമ്മിറ്റിയിലുള്ള ആൾക്കാർ നിങ്ങളോട് ചോദിച്ചിട്ടാണോ കാര്യം ചെയ്യുന്നത്? ഒന്നുമല്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തുമില്ല. അതിപ്പോൾ സുധാകരൻ അല്ല, മറ്റൊരാളാണെങ്കിലും അത് തന്നെയാണ് സ്ഥിതി. അദ്ദേഹം പോട്ടെ, സംഘടനാപരമായ ഒരു പ്രശ്നം അദ്ദേഹം ഉന്നയിക്കാതെ അദ്ദേഹത്തിന് അതിന് CPM അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താ? ഞാൻ സ്വതന്ത്രനായി മത്സരിക്കും. എന്താ? പാർലമെന്ററിയാ പ്രശ്നം ഉള്ള കാര്യം അങ്ങ് പറയാം. അദ്ദേഹത്തിന്റെ പ്രശ്നം മറ്റെന്തേലും ആയിരുന്നെങ്കിൽ അദ്ദേഹം പ്രതികരിക്കുന്ന രീതി വ്യത്യാസം. ഇപ്പം സുധാകരന്റെ പ്രതികരണം എന്താ? അദ്ദേഹം CPM-നോടോ അല്ലെങ്കിൽ CPM-ന് ഒരു പ്രശ്നമില്ല, പാർട്ടിക്കെതിരെ പറയത്തില്ല, പക്ഷെ ഞാൻ സംഘടനാപരമായി ഒന്നും പറയത്തില്ല. അതേ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ അവിടെ മത്സരിക്കും, സ്വതന്ത്രനായി മത്സരിക്കും, അല്ലേ? അപ്പം അദ്ദേഹത്തിന്റെ പ്രശ്നം പാർലമെന്ററി പ്രശ്നമാണ്. സംഘടനാപരമാണെങ്കിൽ ഇങ്ങനെയല്ല പ്രശ്നം ഉന്നയിക്കേണ്ടത്. ഇപ്പൊ നോക്കൂ, സംഘടനാപരമായ പ്രശ്നങ്ങൾ എത്രണ്ണം VS അച്യുതാനന്ദൻ ഈ കേരളത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ പാർട്ടി വിട്ടുപോയോ? പോയിട്ടില്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് മരിച്ചത്. വലിയ ചുടുകാട്ടിലാണ് കിടക്കുന്നത്. കാര്യം എന്താ? അങ്ങനെ ഒരുപാട് നോക്കൂ, ഒരു ജനാധിപത്യ സംവിധാനമാകുമ്പം അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും തർക്കങ്ങളും ഒക്കെ വരും. നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങളെ കൂട്ടത്തിൽ പിടിക്കാനുള്ള ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ശരിയാ. പക്ഷെ കുഴപ്പം, ഞാനാണ് ഇവിടുത്തെ ആന. ആലപ്പുഴയിലെ ജില്ലയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ, എന്നിൽ കൂടെ മാത്രമേ ഇനിയും നടക്കാവൂ എന്ന ഒരു നിലപാട് ഒരാൾ എടുത്താൽ അവിടെ ഉള്ളവർ പോയി പണി നോക്കാൻ പറയും. ആ പണി നോക്കാൻ പറഞ്ഞ കാര്യമാണ് ഈ നടന്നത്. പണി നോക്കാൻ പറയുന്നത് പാർട്ടി നേതൃത്വമാണ്, പക്ഷേ പണി നോക്കാൻ ജനങ്ങൾ പറയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. അദ്ദേഹം ഏതായാലും മത്സരിക്കാൻ നിൽക്കുകയാണല്ലോ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ UDF-ന്റെ പിന്തുണയും ഉണ്ട്. അപ്പോൾ ആ പിന്തുണയിൽ അദ്ദേഹം
നിയമസഭയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതാണ്. പാർട്ടിക്ക് അദ്ദേഹം അത്രേ ഉള്ളൂ, നൽകാനിരിക്കുന്ന അത്രേ ഉള്ളൂ. മറുപടി നിക്ക്. എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. സുധാകരന് സുധാകരൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞങ്ങൾ ഓരോ സഖാക്കന്മാരുടെ മനസ്സിലുള്ള ഒരു അധിക സ്നേഹമുണ്ട് സുധാകരനുണ്ട്. കാര്യം എന്നറിയോ, ഒരു രക്തസാക്ഷിയുടെ സഹോദരനാന്നുള്ള കാര്യം. അദ്ദേഹം എങ്ങനെയാ മരിച്ചത്, രക്തസാക്ഷി എങ്ങനെ ഉണ്ടായത്? ഈ പറയുന്ന കോൺഗ്രസ് UDF കൂട്ടത്തിൽ നിന്ന് ഇപ്പം UDF സപ്പോർട്ടോടുകൂടി മത്സരിക്കാൻ പോകുന്ന ആളുടെ അവർ കൊന്നതാ അല്ലെന്ന് ആ കാര്യത്തിൽ സംശയമില്ലല്ലോ ആർക്കും. അത്രേ ഉള്ളൂ. പ്രശ്നം അദ്ദേഹം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞ കേൾക്കൂ സ്മൃതി, അദ്ദേഹത്തിന്റെ അനിയനെ കുറിച്ച് അദ്ദേഹം പറയുന്ന അല്ല ഏറ്റവും വലിയ കാര്യം. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അനിയനെ കുറിച്ച് അദ്ദേഹം എവിടെ നിന്ന് പറയുന്നു എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിന്റെ അനിയനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അനിയന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി രക്തസാക്ഷിയായതല്ല, ഈ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായാലാണ്. ഞാൻ പറയട്ടെ സ്മൃതി, എങ്ങനെ പറഞ്ഞ ഒക്കത്തില്ല. അതെന്താണ് എനിക്ക് ചോദ്യം ചോദിക്കണ്ടേ? ഞാൻ പറയുന്ന കേക്ക്. ഈ പാർട്ടിക്ക് ആ രക്തസാക്ഷിയിലുള്ള അവകാശം പാർട്ടിക്കാർ തന്നെ പാർട്ടിക്ക് മേളിൽ നിന്ന് കരുതുന്നത് ഒറ്റയാളേ ഉള്ളൂ, അത് രക്തസാക്ഷികളെയാണ്. ആ രക്തസാക്ഷി ആ പരിഭവം കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കാര്യം അതൊന്നും പറയണ്ട. രക്തസാക്ഷിയോടുള്ള സ്നേഹവും രക്തസാക്ഷിയോടുള്ള ബന്ധവും ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇന്ന് നമുക്കില്ല അദ്ദേഹത്തിനോട്. അത് വളരെ വ്യക്തമായി പറയണമെന്നുണ്ട്. ചിലപ്പോൾ വേറൊരാൾ ഇപ്പൊ ഞാൻ നോക്കൂ, ലാൽകുമാർ എന്ന് പറയുന്ന ആൾക്ക് പാർട്ടിയുമായിട്ട് സത്യത്തിൽ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരാളല്ല. ഞാൻ ഈ പാർട്ടി ഒരു ഘട്ടത്തിലും തള്ളി പറഞ്ഞിട്ടുള്ള ഒരാളല്ല. എനിക്ക് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയോട് എതിരഭിപ്രായം വന്നാൽ ഞാൻ മിണ്ടാതിരിക്കും സാധാരണ ചെയ്യുന്നത്. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ സഖാക്കന്മാർക്ക്, ഈ സംസ്ഥാനത്ത് നിൽക്കുന്ന ലക്ഷോപലക്ഷം സഖാക്കന്മാർക്ക് എന്നെ ഇന്ന് കാണുന്ന വില ഇന്ന് സുധാകരൻ ഇല്ല. അതെങ്ങനെ ആകുന്നേ? ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, പിണറായി വിജയൻ ഒരു പോയിന്റ് ഉണ്ട് സ്മൃതി പ്ലീസ് ഞാൻ ഒരു പോയിന്റ് പറയട്ടെ പ്ലീസ്. ഇടയ്ക്ക് ഇങ്ങനെ ഇടപെടാതെ. അതുകൊണ്ട് നമ്മൾ ഒരിടത്തും എത്തത്തില്ല. ഞാൻ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്, ഒരിടത്തും എത്തത്തില്ല നമ്മൾ. കേരളത്തിൽ ഈ പറയുന്ന ജനങ്ങൾ മൊത്തം പാർട്ടി തന്നെ, നിങ്ങളുടെ വാർത്താ ഇതിനകത്ത് പാർട്ടി തന്നെ VS അച്യുതാനന്ദനോട് അനീതി കാണിച്ചു എന്ന് പറയുമ്പോൾ പാർട്ടിക്കാർ റോഡിലിറങ്ങി ഈ പറയുന്ന സമരങ്ങൾ നടന്നിട്ടുണ്ട്. എന്താ സുധാകരന്റെ കൂട്ടത്തിൽ ഈ സുധാകരനാ ശരിയെന്നും പറഞ്ഞ് കൊടി പിടിച്ച് ഒറ്റ ഒരാൾ കൊടി പിടിച്ച് സുധാകരനാ ശരിയെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടോ? അതെന്നാ കാണാത്തെ? സുധാകരന്റെ കൂട്ടത്തിൽ സുധാകരൻ മാത്രമേ ഉള്ളൂ, സുധാകരൻ്റെ ആരുമില്ല. ഇതാണ് സത്യം. അതാ ഞാൻ പറഞ്ഞേ, അനീതി ആന്ന് പാർട്ടിക്കാർക്ക് ഒരാൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ നേതാവിന് വേണ്ടി അവർ കൊടി പിടിച്ചിട്ടുണ്ട്. ആ കൊടി പിടിച്ചവരെ പാർട്ടി തള്ളിയില്ല. VS അച്യുതാനന്ദന് അനുകൂലമായി കൊടി പിടിച്ചവരെ ഈ പാർട്ടി ഒരുപോലെ കൊണ്ടുപോവുക ചെയ്തത്. ശരി, അതാ പറഞ്ഞത്. VS അച്യുതാനന്ദനോട് അനീതി കാണിച്ചു എന്ന് തോന്നിയ പോയിന്റിൽ ഈ പറയുന്ന ആൾക്കാർ കൂടി സുധാകരനെതിരെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ, മിണ്ടിയോ? ഇല്ല. സുധാകരന്റെ പ്രശ്നം അരിപ്രശ്നമാണ്. സുധാകരൻ ഇത് കേൾക്കണം. അതുകൊണ്ട് തന്നെയാ പറയുന്നത്, ഒരു സംശയമില്ല. ശരിയായ സമീപനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പാർട്ടിയിൽ ഇത്ര കാലം 63 വർഷമാണല്ലോ പറയുന്നത്. അദ്ദേഹം സാമ്പത്തികമായ ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ആ നേതാവിനെ വ്യത്യസ്തനാക്കുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മെമ്പർഷിപ്പ് പുതുക്കിയില്ല, സ്വതന്ത്രമായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു നേതാവിനെ അടുത്ത ദിവസം മുതൽ നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് എന്താണെന്ന് പോസ്റ്ററുകളിൽ കാണുന്നുണ്ട് ലാൽകുമാർ. നമുക്ക് സുധാകരനിലേക്ക് പോകാം. അതിനകത്തൊരു വിശദീകരണം വേണം. നോക്കൂ, സുധാകരൻ അഴിമതിക്കാരനാണെന്ന് ഞാൻ പറഞ്ഞില്ല. നല്ല ഒന്നാന്തരം മന്ത്രിയായിരുന്നു, നല്ല ഒന്നാന്തരം കേഡറായിരുന്നു, നിന്നപ്പോൾ നല്ല ജോലി എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും തർക്കമില്ല. ആരെങ്കിലും അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് യോജിപ്പൊന്നുമില്ല. അതുകൊണ്ട് അത് വെച്ച് അദ്ദേഹം കാണിച്ച വലിയൊരു അനീതിയെ കവർ ചെയ്യാമെന്നാണ് ആൾക്കാർ കരുതുന്നതെങ്കിൽ അത് നിങ്ങൾ 50 മണിക്കൂർ ഇവിടുന്ന് പ്രസംഗിച്ചാലും അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നിൽക്കേണ്ടത് ആരാ? അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നിൽക്കേണ്ടത് ഈ രക്തപതാക പിടിച്ചവരാ. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ അവരില്ല. ബാക്കി മാധ്യമങ്ങളുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇത്രയും 50 വർഷം 60 വർഷം നിന്ന പാർട്ടിക്കാർ ഒരാളും ഇല്ല. പലതരത്തിൽ അത് പ്രതിഫലിക്കാൻ ലാൽകുമാർ ഇപ്പോൾ കൊടിയേന്തി പ്രകടനം നടത്തണമെന്നില്ല. അതല്ലാതെ വോട്ട് ചെയ്യുമ്പോൾ സുധാകരന് കുത്താം എന്ന് തീരുമാനിക്കുന്നതും ഒരു പിന്തുണയാണ്. അത് നമുക്ക് പുറമേക്ക് കാണാൻ പറ്റില്ല. നമുക്കറിയില്ല സുധാകരൻ അത് അവകാശപ്പെടുന്നുണ്ട്. നമുക്ക് നോക്കാം. ശരി.
Debate with Smriti Parathikkad.